മരുഭൂമി സമമായിട്ടുള്ള പല പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്, ആർക്ക് എന്നെ സഹായിക്കാൻ പറ്റും? ഈ സാഹചര്യത്തിൽ എന്നെ കൈതാങ്ങുവാൻ, എന്നെ സഹായിപ്പാൻ ആരുമില്ല. പലപ്പോഴും നമ്മൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചവർ മാറി നിൽക്കുകയാണ്. അവർ പലരും നമ്മളെ കുറ്റപ്പെടുത്തുകയാണ്. നീ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് നിനക്കിങ്ങനെ ഭവിച്ചത് എന്ന് പറഞ്ഞ് 100 കുറ്റങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുന്നതല്ലാതെ നമ്മൾ പലരും സഹായിക്കുന്നില്ല. നിങ്ങൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമെങ്കിൽ, കർത്താവിന് വേണ്ടി തന്നെ ദാഹിക്കുമെങ്കിൽ നിശ്ചയമായും അവിടെ നിന്ന് നിങ്ങൾ നന്മകളാൽ നിറയ്ക്കുവാൻ വേണ്ടി പോകുന്നു. അതെ, വിശന്നിരിക്കുന്നവരെ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ ദൈവത്തിനായുള്ളൊരു വിശപ്പിനെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. അതേ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ വിശക്കേണ്ടത് ദൈവത്തിനായിട്ടാണ്. ദൈവം എൻ്റെ ജീവിതത്തിൽ വേണം. യേശു കർത്താവ് എൻ്റെ കൂടെ ഇരിക്കണം. യേശുവിനായിട്ട് അധികം വാഞ്ചിക്കുക, അധികം ആഗ്രഹിക്കുക, യേശുവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുക. ആ കൊതി, ആ വിശപ്പ് നിശ്ചയമായി നിങ്ങളെ നിറയ്ക്കുവാൻ പര്യാപ്തമാണ്.